ഇടുക്കി പെരിഞ്ചാംകുട്ടിയിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് മനുഷ്യപ്രയത്നത്തിന്റെ പ്രതീകമായി ജീവിക്കുന്ന ഒരാളുണ്ട്. തെങ്ങിൽ നിന്നും വീണ് അരയ്ക്ക് താഴേക്ക് തളർന്നിട്ടും തോൽവി സമ്മതിക്കാതെ ജീവിതത്തോട് പൊരുതുകയാണ് കൊച്ചുമോൻ. സ്വന്തം കൃഷിയിടത്തിൽ ലിഫ്റ്റുകൾ നിർമ്മിച്ച് കാടക്കോഴി കൃഷി ആരംഭിച്ച കൊച്ചുമോന്റെ കഥ ആർക്കും പ്രചോദനമേകുന്നതാണ്. ജീവിതം കൈവിട്ടു പോയേക്കാവുന്ന അവസ്ഥയിൽ വിധിക്ക് കീഴടങ്ങാൻ കൊച്ചുമോൻ തയ്യാറായിരുന്നില്ല. 2022 പാലക്കാട് കള്ള് ചെത്തുന്നതിനിടെ തെങ്ങിൽ നിന്ന് വീണാണ് കൊച്ചുമോന്റെ നട്ടെല്ലിന് പരിക്കേറ്റത്. അപകടത്തിൽ സുഷുമ്നാ നാഡിക്ക് ക്ഷതം സംഭവിച്ചു. അരയ്ക്ക് താഴേക്ക് തളർന്നു പോയെങ്കിലും കൊച്ചുമോന്റെ മനസ്സിനെ ആ തളർച്ച ബാധിച്ചിരുന്നില്ല. പിന്നീട് നടന്നത് അവിശ്വസനീയമായൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. റോഡരികിലെ വീട്ടിൽ നിന്ന് 200 അടി താഴെയുള്ള കാടക്കോഴി ഫാമിലേക്ക് ഇറങ്ങാൻ കൊച്ചുമോൻ സ്വന്തമായി നിർമ്മിച്ചത് 2 ലിഫ്റ്റുകളാണ്. ഒന്ന് വീടിനുള്ളിൽ നിന്ന് താഴേക്ക് വരാനും മറ്റൊന്ന് മലഞ്ചെരുവിൽ നിന്നുമുള്ള ഫാമിലേക്ക് എത്താനും. കൈകൊണ്ട് നിയന്ത്രിക്കാവുന്ന 1000 കിലോ തൂക്കം വഹിക്കാവുന്ന ലിഫ്റ്റുകൾ 4 മാസം കൊണ്ടാണ് കൊച്ചുമോൻ നിർമ്മിച്ചെടുത്തത്. ആ സഹായം ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ സ്വയം എങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചാണ്. 6 മാസം ഞാൻ ഇവിടെ കിടന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ എനിക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരാൻ പറ്റും. മറ്റുള്ളവരെ പോലെ ഇത്ര നാളും പണിത് ജീവിച്ച എനിക്ക് ഇനിയും പണിത് ജീവിക്കണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഒരു സംഭവം ചെയ്ത് കണ്ടുപിടിച്ച സംഭവമാണ് ഇതെല്ലാം. കാട വിരിയാനുള്ള ഇൻക്യുബേറ്ററും പക്ഷിയെ പിടികൂടാനും മുട്ട വിരിയിക്കാനുമുള്ള സംവിധാനങ്ങളെല്ലാം സ്വന്തമായി തന്നെയാണ് കൊച്ചുമോൻ ഒരുക്കിയത്. എല്ലാം വിധിയെന്ന് കരുതി പരാജയപ്പെടാൻ ഒരുങ്ങാതിരുന്നത് കൊണ്ട് മാത്രം നേടിയെടുത്ത വിജയങ്ങളാണ്. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമ്മൾ തൂമ്പ വെൽഡ് ചെയ്തതിൽ അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ വെൽഡ് ചെയ്ത് നമ്മൾ അവിടെ സംവിധാനമുണ്ട്, സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വെച്ച് ഇങ്ങനെ നമുക്ക് വീൽ ചെയറിൻ്റെ ലെവലിൽ, അപ്പോൾ ആ ലെവലിൽ വെച്ച് നമ്മൾ അത് ചെയ്ത് വെൽഡിങ്ങും വർക്ക് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാട ഫാം അത് നമ്മുടെ ഈ വീൽ ചെയറിൽ ഇരുന്ന് ചെയ്യാൻ പാകത്തിന് മാത്രം വേണ്ടി അത് സെറ്റ് ചെയ്തേക്കുന്നത്, സ്വന്തമായിട്ട് ചെയ്യാൻ പാകത്തിനാണ്. കാടക്കൃഷി, അതായത് കാടക്കൃഷി ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് അതിനെ പരിപാലിക്കണമെങ്കിൽ നമുക്ക് ചെല്ലണമല്ലോ. അത് നമ്മുടെ ഒരു മുതൽ മറ്റുള്ളവർ നോക്കിയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെ നോക്കണ്ടേ. ആ മുതലിനെ നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ തന്നെ ചെല്ലണം. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനമാണ് ഇതെല്ലാം ചെയ്തു വെച്ചത്. 10ാം ക്ലാസ്സുകാരിയായ മകൾ ആഗ്നസ് കൊച്ചുമോന്റെ തണലിൽ പുതുസ്വപ്നങ്ങൾ നെയ്യുകയാണ്. കൊച്ചുമോന് താങ്ങായി പിതാവ് വർഗീസും ഒപ്പമുണ്ട്. തളരാത്ത മനസ്സുമായി കൊച്ചുമോൻ പോരാട്ടം തുടരുന്നു. ജനം, ഇടുക്കി.